അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സമയം ഏറെ വൈകി എന്നുള്ളതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ 20 വർഷക്കാലത്തിനിടയിൽ ഈ സമുദായത്തിന് സംഭവിച്ച അപജയത്തിൽ നിന്ന് ഈ സമുദായം ഉയർത്തെഴുന്നേൽക്കും എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു വലിയ സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടന്നത്. അത് ജനപങ്കാളിത്തമാണ് നടന്നത്. അഭിനന്ദനായ ക്ലീമീസ് മെത്രാപ്പോലീത്തയുടെ കാലത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, ആത്മീയ മണ്ഡലങ്ങളിൽ, രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ പ്രശോഭിച്ചിരുന്ന ജ്ഞാനായ സമുദായം കഴിഞ്ഞ 10-15 വർഷക്കാലത്തിനിടയിൽ വഴക്കാളികളുടെയും ഒരു സംഘടനയായി, ഒരു സമുദായമായി മാറിയ അവസ്ഥയാണുള്ളത്. ഈ സമുദായത്തിലെ ജനങ്ങളെ ഷണ്ണന്മാരാക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമുദായം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമുദായത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണെങ്കിലും ഭരണകർത്താക്കളുടെയും മെത്രാപ്പോലീത്തയുടെ പ്രസംഗങ്ങളാണെങ്കിലും എല്ലാം ജനങ്ങളിൽ നിരാശ നിറയ്ക്കുന്നതാണ്. ഒരിക്കലും വിശുദ്ധ ഏവൻഗേലിയോൻ പ്രസംഗിക്കാത്ത ഒരു മെത്രാപ്പോലീത്ത, പള്ളികളിൽ വന്ന് ഗ്രൂപ്പ് മാത്രം പറയുന്നൊരു മെത്രാപ്പോലീത്ത, വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്തൊരു മെത്രാപ്പോലീത്ത, ഈ സമുദായത്തിലെ കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന, ഈ സമുദായത്തിലെ ജനങ്ങളെ പരസ്പരം തമ്മിലടിക്കുന്നവരാക്കി മാറ്റുന്ന, ചെറുപ്പക്കാർക്ക് മദ്യം കുടിക്കാൻ അവസരം കൊടുത്ത് അവരെ വഴിതെറ്റിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുക. പണ്ടാരോ പറഞ്ഞ പോലെ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്നയാളും അത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ജ്ഞാനായ സമുദായത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ഒരു 15 വർഷം മുമ്പൊക്കെ, 20 വർഷം മുമ്പ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ളൊരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. പുണ്യശ്ലോകനായ ക്ലീമീസ് തിരുമനസ് കൊണ്ട് പറയുമായിരുന്നു, ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ 15 കൊല്ലം കൊണ്ട് ഈ സമുദായം പൂട്ടിക്കെട്ടും. ഇന്നത് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു. അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുകയല്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ സ്ഥാപനങ്ങളുടെ കാര്യമൊക്കെ ഇവാനിയോസ് തിരുമേനി പറഞ്ഞു, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, കോട്ടയത്തിൻ്റെ തിലകക്കുറിയായിരുന്ന കാനാത്തോമ ഹോസ്റ്റൽ, അത് നമ്മുടെ കന്യാസ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ ഫലമായി വളരെ ഭംഗിയായി. സിസ്റ്റർ അബയുടെ കേസുണ്ടായപ്പോൾ കോട്ടയത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ തിരക്കി വരുന്ന ഒരു ഹോസ്റ്റലായിരുന്നു കാനാത്തോമ ഹോസ്റ്റൽ. നമ്മുടെ സഭയ്ക്കൊരു അഭിമാനമായിരുന്നു. ആ ഹോസ്റ്റലിൽ നിന്ന് കന്യാസ്ത്രീകളെ ഇറക്കി വിട്ട് ഇന്ന് ഒരു വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അത് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭിത്തിയൽ ഒട്ടിച്ചിരിക്കുന്നത്, പുറത്തെ മതിലിൻ്റെ ഭിത്തിയൽ ദിവസ വാടകയ്ക്ക് മുറിയുണ്ടെന്നാണ്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക എല്ലാ രംഗങ്ങളിലും. എന്താണ്ട് ഏബ്രഹാം മുന്നൂസാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ, ഞാൻ സെക്രട്ടറിയും ബാബുക്കുട്ടി ഞാൻ ട്രസ്റ്റി ആയിരുന്ന സമയത്ത് വല്ലപ്പോഴും സെമിനാരിയിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഞങ്ങൾ സാറിനോട് ചോദിക്കും, സാറേ സ്കൂളിൽ നിന്നൊരു 2 ലക്ഷം രൂപ താ, അച്ഛന്മാരുടെ ശമ്പളം കൊടുക്കാൻ കുറച്ച് പൈസ വേണം. അയ്യോ, സാറ് പറയും അത് മാത്രം ചോദിക്കരുത്, അത് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്ന സാറന്മാർക്ക് റിസർവ് ഫണ്ടാണ്. സാർ ഇറങ്ങി പോകുമ്പോൾ 90 ലക്ഷം രൂപ FD ഇട്ടിട്ടാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ആ സ്കൂളിൽ. ആ സ്കൂളിൽ നിന്ന് പണം മുഴുവനും പിൻവലിച്ച് ആണ് അപ്രൈം സെമിനാരി തച്ച് പണിതത്. നിങ്ങൾക്കറിയാമോ? ആ സ്കൂളിലെ മുഴുവൻ പണം എടുത്തു. 2 മാനേജർമാർ ആ സ്കൂളിൽ നിന്ന് രാജിവെച്ചു. ഇത് കാരണം ഒരു അസോസിയേഷൻ ബഹുമാനപ്പെട്ട സഹജനച്ചൻ പറഞ്ഞു, ഇതിങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് റിസർവ് ഫണ്ട് വേണം.
അപ്പോൾ സെക്രട്ടറി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അച്ഛൻ കൂടുതലൊന്നും പറയേണ്ട, അച്ഛനെ നിയമിച്ചത് ഞാനാണ്, അതുകൊണ്ട് അച്ഛൻ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. ഫാർമസി കോളേജിൻ്റെ സെക്രട്ടറി ഈ കയ്യെട്ടുവാരൽ വർഷത്തിലൊന്ന് ശ്രീ ടി.ഒ. എലിയാസ് ഒക്കെ ട്രസ്റ്റി ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഫാർമസി കോളേജ് ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ധാരാളിത്തം. അതിൻ്റെ മാനേജർ പ്രസാദ് കോയിക്കൻ പഴയ മുൻ ട്രസ്റ്റിയാണ് സമുദായത്തിൻ്റെ. അദ്ദേഹം ഇവർ കൈയിട്ട് വാരുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പോയി. നസ്രത്ത് ആശ്രമം അവിടെ ഉണ്ടായിരുന്ന ഫണ്ട് നിർബന്ധമായി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ട്രസ്റ്റ് രാജിവെച്ചിട്ട് പോയി. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ സെക്രട്ടറി തിരുമേനി പറഞ്ഞ പോലെ ആ ജുബ്ബക്കാരൻ വന്ന് കയറിയതിന് ശേഷം എല്ലാ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ഒന്നൊന്നായി രാജിവെച്ച് പോയി. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങ് കസർത്തുക, ഇതിനെ ഒരു കഷ്ണമായി ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു കഷ്ണവുമായിട്ട് പോകാനുള്ള ഒരു കാര്യമാണ്. ഞാൻ വളരെ വാസ്തവത്തിൽ പറയുന്നതിന് എനിക്ക് കുറേ മുണ്ണക്കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട്. എന്ന് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കുറേ ആളുകൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പറയുന്നുണ്ട് ഈ സമ്മേളനം വിഘടനവാദമാണ്, ഇതൊരു പറ്റം ആളുകളെ കൂട്ടി പോകാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നമ്മളാരും പോകുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വിഭാഗത്തെയും കൊണ്ട് കഞ്ഞിക്കുഴി കാതോലിക്കയുടെ അടുത്ത് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. അതിനാരുടെ കയ്യിൽ നിന്നെങ്കിലും സെക്രട്ടറിയും മെത്രാനും അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കാവൽ നായ്ക്കളെ പോലെ നമ്മൾ കാവൽ കിടക്കും. വിശ്വാസ സംരക്ഷണത്തിൽ നമ്മൾ വാച്ച് ഡോഗ്സ് ആണ്, കാവൽ നായ്ക്കളാണ്. നമ്മൾ ഇനി മുതൽ ചെവിയും കാതും തുറന്ന് ഇരിക്കാൻ പോവുക. നമ്മളിനി ആരെയും ഭയപ്പെടുന്നില്ല. ഇന്ന് നിങ്ങൾ കണ്ടൊരു പ്രത്യേകത എന്നെ അത്ഭുതപ്പെടുത്തിയത്, കഴിഞ്ഞ 20 വർഷമായി സഭാപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്ന ആളുകൾ അവരെല്ലാം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനവുമായി നമ്മൾ ബന്ധപ്പെട്ടതിൻ്റെ സാമ്പത്തിക ആവശ്യത്തിന് ചെല്ലുമ്പോൾ കൈ നിറച്ച് നമ്മളെ സഹായിച്ചു. അങ്ങോട്ട് ചെല്ലുമ്പോൾ മാത്രമല്ല, ഇങ്ങോട്ട് വിളിച്ച് സഹായിക്കുന്നു. എന്താ കാരണം? അവർക്കെല്ലാം അവരുടെ മനസ്സിലുള്ള ആ പ്രതിഷേധം, ആ നിരാശ, അതുകൊണ്ടാണ് അവരെല്ലാം ഇന്ന് ഈ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തത്. നമുക്കിതൊരു ശക്തിയാക്കി വളർത്തണം, ഇതൊരു കൊടുങ്കാറ്റായി മാറും. ജ്ഞാനായ സമുദായത്തിന്റെ 2ാം ഉയർത്തെഴുന്നേൽപ്പിന് ഇവിടെ നടന്ന ഈ കൂനംകുരിശ് സത്യം കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നടന്ന ഈ കൂനംകുരിശ് സത്യം സമുദായത്തിന്റെ ചരിത്രത്തിന്റെ പൊന്നേടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര സംഭവമായി മാറും. അതിൽ പങ്കെടുത്ത നമുക്കെല്ലാവരും നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രിയമുള്ളവരെ, സഭയുടെ ചരിത്രം പുറകോട്ടൊന്ന് പഠിച്ചേ. എത്രയോ കാര്യങ്ങളിൽ നമ്മൾ മുമ്പന്തിയിലായിരുന്നു, ഒന്നാമതായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇരിക്കുന്ന ഈ കസേരയുണ്ടല്ലോ, അശോക ചെയർ, ഈ കസേര, ഇതിൻ്റെ ആദ്യ മോഡൽ ഉണ്ടാക്കിയത് ഒരു ജ്ഞാനായക്കാരനാ. നിങ്ങൾ ഓർക്കുന്നൊരു അശോക ചെയർ, അമ്പുരാൻ അശോകന്റെ പേരാണ് അദ്ദേഹത്തിന്റെ പിതാവ് കസേരയ്ക്ക് കൊടുത്തത്. ഒരു പുതിയ ഡിസൈനിൽ ഒരു കസേര, അത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ഡിസൈനായി മാറി. അതിൻ്റെ പുതിയ രൂപമാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക് കസേരകൾ. ജ്ഞാനായക്കാരൻ മുൻപോട്ട് കൊണ്ടുവന്ന ആശയമാണ്, അതിന് ഉപജ്ഞാതാവ് ജ്ഞാനായക്കാരനാണ്. നമുക്കറിയാമോ, ഈ അഡ്വഞ്ചറസ് പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഈ മലമേഖലകളിലെല്ലാം നടന്ന് കാട് വെട്ടിത്തെളിച്ച് പ്ലാന്റേഷൻ ആക്കുന്നതിൽ ഏറ്റവും വൈദഗ്ധ്യമുണ്ടായിരുന്ന ആളുകൾ ജ്ഞാനായക്കാരാ. നിങ്ങൾ നോക്കിക്കോ, പഴയ ഈ കുലശേഖരം ഭാഗത്ത്, അതുപോലെ തന്നെ ഈ മലബാർ മേഖലകളിലെല്ലാം കാട്ടിൽ ചെന്ന് അത് തെളിച്ച് അവിടെ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി, അഡ്വഞ്ചറസ് പ്ലാന്റേഷൻ. അത് ചരിത്രം പറയുന്നു, അത് ഉണ്ടാക്കിയത് ജ്ഞാനായക്കാരാ. പള്ളത്ര ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് കട്ടയുണ്ടല്ലോ, എന്നാണ് പറയുന്നത്, സിമെന്റ് കട്ട, ഹോളോ ബ്രിക്സ്, അതിൻ്റെ ആദ്യത്തെ രൂപമുണ്ടാക്കിയത് പള്ളത്ര ബ്രിക്സ് എന്നും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ്
ആലപ്പുഴയിലാണ് ഇതിൻ്റെ ആദ്യത്തെ, ചേർത്തലയിൽ ഒരു സ്ഥലം വാങ്ങിച്ചാണ് ആദ്യത്തെ രൂപം ഉണ്ടാക്കുന്നത്. അന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ വെട്ടുകല്ലും അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് അങ്ങോട്ട് വന്നില്ലെങ്കിലും ഇന്ന് കാണുന്നതിൻ്റെ ആദ്യത്തെ ഉത്ഭവം പള്ളത്ര ബ്രിക്സാണ്, ജ്ഞാനായക്കാരൻ്റെയാ. ഇന്ന് നമ്മളൊക്കെ സർവ്വവ്യാപകമായി ഉപയോഗിക്കുന്ന എംസാൻഡ്, പാറപ്പൊടി, ഈ മണലിന് പകരം ഉപയോഗിക്കുന്ന എംസാൻഡ്, അതും ജ്ഞാനായക്കാരനല്ലേ, പോപ്സൺ ഗ്രൂപ്പ് അല്ലേ അത് ഡെവലപ്പ് ചെയ്ത്. എത്രയോ റിസർച്ച് നടത്തി അവർ കണ്ടുപിടിച്ച. ഇന്ന് അത് പി സാൻഡ്, മറ്റേ സാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉത്ഭവം നമ്മുടെയാണ്. അതുപോലെ വിനിയറുകൾ ഉണ്ടാക്കുന്ന, തടിയിൽ നിന്ന് വിനിയർ ഉണ്ടാക്കി ഒട്ടിക്കുന്ന, വിനിയർ ഉണ്ടാക്കുന്ന ഫാക്ടറി ആദ്യമായി ചെയ്തത് ജ്ഞാനായക്കാരാണ്. നമ്മളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ മൊണോപ്പൊളി ജ്ഞാനായക്കാർക്കായിരുന്നു. പിന്നീടാണത് കൽക്കട്ടയിലോട്ടൊക്കെ മാറുന്നത്. നിങ്ങൾക്കറിയാമോ, പ്രിന്റിംഗ് ടെക്നോളജി, തുണിയിൽ പ്രിന്റ് ചെയ്യുന്ന ടെക്നോളജി കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഒരു ജ്ഞാനായക്കാരനാണ്. ചിങ്ങവനംകാരായ ജ്ഞാനായക്കാരനായ നമ്മുടെ ഗോൾഡൻ അവരാണ് ആദ്യമായി റഷ്യയിൽ പോയി പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ച് ഇവിടെ വന്ന് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇട്ടിരിക്കുന്ന പേര് സോവിയറ്റ് എന്നാണ്. അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. അപ്പം അങ്ങനെ എല്ലാ തലങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്ന സമൂഹമാണ് നമ്മുടേത്. ആ സമൂഹത്തെയാണ് കഴിഞ്ഞ 10-20 വർഷക്കാലം കൊണ്ട് വഴക്കാളികളും പ്രശ്നക്കാരും ആയ ഒരു സമൂഹമായി മറ്റ് മതങ്ങളും മറ്റ് സമൂഹങ്ങളും കാണുന്നത്. നിങ്ങൾ കണ്ടോ, ഇന്ന് നമ്മൾ വിളിച്ച ഓരോ മെത്രാച്ചന്മാർ അവിടെയൊക്കെ കത്ത് ചെല്ലുക, ആ യോഗത്തിൽ പങ്കെടുക്കരുത്. ഇന്ന് വനിതാ സമ്മേളനത്തിന് ക്ലാസ് എടുക്കേണ്ട ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിനെ അവരെ വിലക്കി. സിസ്റ്റർ പറഞ്ഞു, എനിക്ക് മോളിൽ നിന്ന് വിലക്കുണ്ട്. കാരണം ഇദ്ദേഹം കത്ത് കൊടുക്കുക. മെത്രാച്ചൻ, നമുക്കൊരു മെത്രാച്ചനും വേണ്ട, നമുക്ക് ദേ പൊന്നുംകുടം പോലെയുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി ഇരിക്കുന്നു. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾക്കറിയാമോ, മഞ്ഞിനിക്കര പെരുന്നാളിനല്ലാതെ ഇന്ന് വരെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഒരു പ്രതിനിധി അയച്ചിട്ടില്ല. പുത്തൻകുരിശിൽ നടക്കുന്ന വലിയ കൺവെൻഷനുണ്ട്, 10,000 പങ്കെടുക്കുന്ന കൺവെൻഷനിൽ പോലും ബാവ ഒരു പ്രതിനിധി അയച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഈ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അഭിനന്ദനായ തിരുമേനിയെ നമ്മുടെ പ്രതിനിധിയായി ബാവ അയച്ചു. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വിജയം. ആദ്യം പറഞ്ഞു, തിരുമേനി പറഞ്ഞല്ലോ തിരുമേനിയെ ഇവിടെ ഇറക്കാതിരിക്കാൻ വേണ്ടി എത്രയോ കത്തുകൾ അയച്ചു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് അയച്ചു, വിജിലൻസിന് അയച്ചു. ഇവിടെയല്ല, അതിന് പുറമെ കേസ് കൊടുത്തു. പറഞ്ഞെന്താ, തിരുമേനി ഇവിടെ സൂചിപ്പിച്ചു, അന്ന് മുതലുള്ള പാത്രികേസന്മാർ ഇവിടെ വരുന്നത് സ്വത്ത് സമ്പാദിക്കാനാ. ഓർത്തഡോക്സുകാർ പോലും കുറെ പാത്രികേസന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അതുപോലെ എല്ലാവരെയും മഞ്ഞനിക്കര ബാവായ വരെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. ഇത് ഓർക്കണം, നിങ്ങൾ ഓർക്കണം. ജ്ഞാനായ സമുദായത്തിൻ്റെ ഔദ്യോഗികമായ മെത്രാപ്പോലിത്തയും ട്രസ്റ്റിയും കമ്മിറ്റിയുമാണ് ഈ കേസ് കൊടുത്തത്, അല്ലാതെ സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ജ്ഞാനായ സമുദായം റെപ്രസെന്റഡ് ബൈ ഇറ്റ് സെക്രട്ടറി എന്നും പറഞ്ഞാണ് ആ കേസ്. നിങ്ങളൊന്ന് ആലോചിച്ച്, എത്ര ഗൗരവതരമായ അക്ഷന്തവ്യമായ തെറ്റാണ് സഭാ നേതൃത്വം ചെയ്തത്. നമ്മൾ പ്രതികരിക്കും. നമ്മൾ ഇനിയും പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, ഈ സമുദായം, ഞാൻ പറഞ്ഞില്ല, ഈ സമുദായം നമ്മൾ ഇനിയും പ്രതികരിക്കുന്നില്ലെങ്കിൽ, ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, നാളെ വളർന്നു വരുന്ന തലമുറ നാളെ ഒരു ജ്ഞാനായക്കാരനായും ആകാത്ത സ്ഥിതിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇപ്പം ചെറുപ്പക്കാരുടെ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ചെറുപ്പക്കാർ, യുവാക്കന്മാർ, യുവതികൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. പല പള്ളികളിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ആൺകുട്ടികൾ പുറത്തുനിന്ന് കെട്ടുന്നു. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് വളർന്നു വരുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക്. ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യേണ്ടത് സമുദായമാണ്. സമുദായത്തിന് പരിപാടികൾ വേണം. ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കണ്ട് അവരെ
സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, അവർക്ക് പരിശീലനം നൽകാനുള്ള പദ്ധതികൾ സമുദായത്തിനുണ്ടാകണം. ഇവിടെ സമുദായത്തിൻ്റെ ഇതെന്താ? കേസ് കൊടുക്കുക, എല്ലാത്തിനും കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് പരിശുദ്ധ പാത്രിക്കീസ് ബാബയ്ക്കെതിരെയാണെങ്കിലും കേസ് കൊടുക്കുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വർഷത്തെ കണക്കിൽ, ആനുവൽ കണക്കിൽ 1 കോടി രൂപയാണ് വക്കീലന്മാർക്ക് കൊടുത്തത്. 1 കോടി രൂപ. ഇത് ഏതായി പണം? ഞാനും നിങ്ങളും നേർച്ചയിടുന്ന പണം, അല്ലാതെ ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ല. 1 കോടി രൂപയാണ് ആ കണക്കിലുള്ളത്. എന്നിട്ട് കുറേ നുണ പ്രചരിപ്പിക്കുക. ആ നുണ പറഞ്ഞ് കുറേ പ്രാവശ്യം പറയുമ്പോൾ ചിലരൊക്കെ വിശ്വസിക്കും. പക്ഷെ ഇപ്പം അത് മാറി. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു, എത്രയോ നല്ല ഭാരവാഹികൾ ഈ സഭയ്ക്കുണ്ടായിരുന്നു. എത്രയോ പേര്. വാഴയിലെ ഏബ്രഹാം ലൂക്കോസ്, വാഴയിലെ നമ്മുടെ വെളിനാട് സ്ഥലം സമുദായത്തിന് കൊടുത്ത വാഴയിലെ ഏബ്രഹാം ലൂക്കോസ് മുതൽ ഷെവലിയർ ജേക്കബ് സ്റ്റീഫൻ, അതുപോലെ തന്നെ CT ജേക്കബ് കേളചന്ദ്ര, താമരപ്പിള്ള ജോസഫ് കുട്ടിച്ചായന്, പ്രൊഫസർ KA മാത്യു, പള്ളിയമ്പിലെ ബാബുച്ചായനും മാത്തുക്കുട്ടിച്ചായനും, അവരുടെയൊക്കെ സമയത്ത് ജ്ഞാനായ സമുദായത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് ജ്ഞാനായ സമുദായം വലിയ സഭകളേക്കാൾ മുമ്പിൽ നമ്മളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പണം മുടക്കി അവർ നമ്മുടെ മാനം പിടിച്ചു നിർത്തിയ കാത്ത ആളുകളാണ് ബാബുച്ചായനും മാത്തുക്കുട്ടിച്ചായനുമൊക്കെ. പിന്നീട് സ്കറിയ തോമസ്, പ്രൊഫസർ KA മാത്യു, തോമസ്, തമ്പി ഫിലിപ്പ് പള്ളത്ര തുടങ്ങിയ എത്രയോ പേര് പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ട്രസ്റ്റിമാരും സെക്രട്ടറിമാരുമായിട്ടുണ്ട്. ഇന്നത്തെ പോലെ 10ാം ക്ലാസ്സും കുസ്തിയും പാസ്സായവനല്ല. എന്ത് പറഞ്ഞാലും ഉടനെ ആളുകളെ നിങ്ങൾ പൊക്കോ, പോകേണ്ടവർക്ക് പോകാം. എങ്ങോട്ട് പോകുന്നു ഇവനീ പറയുന്നത്? പോകേണ്ടവർക്ക് പൊക്കോ എന്നാണ് പറയുന്നത്. വേറൊരു അച്ഛനുണ്ട്, എന്ത് പറഞ്ഞാലും പാസ്സാക്കി അച്ഛൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്ത് പറഞ്ഞാലും പാസ്സാക്കും. തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് പറയാം, ഇന്നലെ വനിതാ സമ്മേളനത്തിന് പുള്ളി പ്രസ്താവിച്ചു, ഇനിയും ഈ സംഗമത്തിന്, അന്ത്യോക്യ വിശ്വാസ സംഗമത്തിന് ആരെങ്കിലും പോകുന്നവർക്ക് ഇനി സമ്മാനം തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി എണീറ്റെന്ന് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ 50 രൂപയുടെ സോപ്പ് പൊട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ വിശ്വാസം കളയാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അച്ഛൻ്റെ സോപ്പ് പൊട്ടി വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇതാണ് നടക്കുന്നത്. സമാജമെന്നും പറഞ്ഞ്, കോൺഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് വെളിയാണ്. അവർ വന്ന് കാണാം എങ്ങനെയാണ് സമ്മേളനം നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ബംഗാളികളാണെന്നും പറഞ്ഞ് എഴുതിയ കുറേ പേരുണ്ട്. അവർ വന്ന് കാണട്ടെ. വെളിയനാട് തൊഴിലുറപ്പുകാരാ വന്നത്, ഇവിടെ തൊഴിലുറപ്പുകാരാ വന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും കുടുംബത്തിൽ പിറന്നവരും ആത്മാഭിമാനമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അതാണ് നമ്മുടെ ഗുണം. നമുക്കിനി ഇത് കൂടണം, ഈ കൂട്ടായ്മ നിലനിർത്തണം. ക്ലിമി സിൽവേനിയുടെ ഭാഷ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ക്ലിമി സിൽവേനി പറയും സമാജം ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. നമ്മുടെ ഒരു കൊച്ചു സമൂഹം. നമുക്ക് വർഷത്തിലൊന്ന് കൂടണം, 2 ദിവസം. നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കണം, പിന്നെ നമ്മുടെ ബന്ധങ്ങൾ പുതുക്കണം. അപ്പം ഓരോ പള്ളിയിൽ ഇത് നടക്കുമ്പോൾ ആ പള്ളിയിലേക്ക് എല്ലാ സമുദായത്തിലെ ആളുകളും അവിടെ വരിക. അത് നമുക്ക് തുടരണം. ക്ലിമി സിൽവേനി എപ്പോഴും പറയും, ഇത് കഴിയുമ്പോൾ കുറേ കല്യാണം നടക്കും. കാരണം നമ്മളൊരു കൊച്ചു സമൂഹമാണ്. നമുക്ക് എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് പോരാനൊക്കത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് പെണ്ണെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു വലിയ പരിമിതിയുണ്ട്. മറ്റു സഭക്കാരെ പോലെയല്ല, കുറച്ച് ആളുകളല്ലേ